തൃശൂരിൽ റോഡിലെ കുഴി ഒഴിവാക്കാൻ വളഞ്ഞ വഴിയിൽ സഞ്ചരിച്ച മുഖ്യമന്ത്രി. ചൂണ്ടൽ കുറ്റിപ്പുറം സംസ്ഥാന പാതയിലെ കുഴികൾ ഒഴിവാക്കി വടക്കാഞ്ചേരി വഴിയായിരുന്നു മുഖ്യമന്ത്രിയുടെ യാത്ര. 24 കിലോമീറ്റർ ദൂരത്തിന് പകരം 40 കിലോമീറ്ററാണ് മുഖ്യമന്ത്രി സഞ്ചരിച്ചത്. കഴിഞ്ഞ ദിവസങ്ങളിൽ ഉണ്ടായ മഴയിൽ രൂപപ്പെട്ട വലിയ കുഴികളും ഗതാഗത കുരുക്കും ഒഴിവാക്കാനായിരുന്നു വടക്കാഞ്ചേരി വഴി തൃശൂരിലേക്കുള്ള യാത്ര. വാർത്തയുടെ വിശദാംശങ്ങളുമായി ഡാനി പോളാണ് ചേരുന്നത്. ഇപ്പോൾ ഈ ദൃശ്യങ്ങളിൽ കാണാം എത്രത്തോളം കുഴികൾ നിറഞ്ഞ വെള്ളക്കെട്ട് നിറഞ്ഞ പാതയാണിത് എന്നുള്ളതാണ്. ഇങ്ങനെ റോഡും തോടുമൊന്നും തിരിച്ചറിയാൻ പറ്റാത്ത പാതയിലൂടെ ഉള്ള യാത്രയാണ് മുഖ്യമന്ത്രി ഒഴിവാക്കിയത്. മുഖ്യമന്ത്രിക്ക് യാത്ര ഒഴിവാക്കാം, പക്ഷേ പൊതുജനങ്ങൾക്ക് അത് അത്ര എളുപ്പമുള്ള കാര്യമല്ല. ഡാനി ഇപ്പോൾ ചേരുന്നുണ്ട്. ഡാനി, സാധാരണ അറിയാം മുഖ്യമന്ത്രി സഞ്ചരിക്കുമ്പോൾ അകമ്പടി വാഹനങ്ങളുണ്ട്, മറ്റു വാഹനങ്ങളെയൊക്കെ മാറ്റി നിർത്തുന്ന സാഹചര്യമുണ്ട്. അങ്ങനെ എത്ര നല്ല പാത ഒരുക്കിയാലും കുഴിയിൽ വീഴാതെ മുന്നോട്ട് പോകാനാകില്ല എന്നതുകൊണ്ടായിരിക്കുമല്ലോ ഈ വളഞ്ഞ വഴിയിൽ സഞ്ചരിച്ചത്. അഭിലാഷ, ഇതിൽ ഒരു വിശദീകരണവും അതിൽ അധികം നൽകേണ്ടതില്ല. കാരണം ആ ദൃശ്യങ്ങൾ അത് കൃത്യമായി ഇത് പറയുന്നതാണ്. എന്താണ് ഈ ഒരു സംസ്ഥാന പാതയുടെ ആ ഒരു ദൃശ്യം എന്നത്. ചൂണ്ടൽ കുറ്റിപ്പുറം സംസ്ഥാന പാതയാണ് നമ്മൾ കാണുന്നത്. തീർത്തും യാത്ര ചെയ്യാൻ പറ്റാത്ത ഒരു സാഹചര്യമുണ്ട്. അതുകൊണ്ട് മുഖ്യമന്ത്രി ഇത്ര ദൂരം, അതായത് ഏതാണ്ട് 16 കിലോമീറ്റർ ദൂരമാണ് അധികം അദ്ദേഹം എടുത്തത്. 24 കിലോമീറ്റർ ദൂരം കൊണ്ട് എത്തേണ്ടിടുന്നത് കോഴിക്കോട് നിന്ന് തൃശ്ശൂർ രാമനിലയത്തിലേക്കുള്ള യാത്രയായിരുന്നു. മുഖ്യമന്ത്രി അതിൽ ആ പാത ഒഴിവാക്കാൻ കൂടുതൽ യാത്രാക്ലേശം അനുഭവപ്പെടുന്ന, കൂടുതൽ കുഴികൾ നിറഞ്ഞ, ഗട്ടറുകൾ നിറഞ്ഞ ആ വഴി ഒഴിവാക്കാൻ ഏതാണ്ട് കുന്നംകുളത്ത് എത്തുമ്പോൾ തന്നെ, കുന്നംകുളത്ത് മുതലാണ് പിന്നീട് കൂടുതൽ ദുഷ്കരമാവുന്നത്, അവിടെ നിന്ന് മാറി അദ്ദേഹം സഞ്ചരിക്കുകയായിരുന്നു. ഇതിൽ അദ്ദേഹത്തിന് ആ രീതിയിൽ പോകാം, പക്ഷെ സാധാരണക്കാർക്ക് ഇത് മാത്രമേ വഴിയുള്ളൂ എന്നതാണ്. കാരണം 16 കിലോമീറ്റർ ചുറ്റു വളഞ്ഞാണ് പിന്നീട് തൃശ്ശൂരിലേക്ക് എത്താനായിട്ട് സാധിക്കുക. പക്ഷേ മുഖ്യമന്ത്രി ആ വഴി തിരഞ്ഞെടുത്തു എന്ന് പറയുമ്പോൾ നേരത്തെ പലരും ചൂണ്ടിക്കാണിക്കുക അദ്ദേഹത്തിന് ആ രീതിയിലുള്ള സൗകര്യങ്ങളും സാഹചര്യങ്ങളും എല്ലാം പ്രയോജനപ്പെടുത്താം എന്ന് പറയുമ്പോൾ സാധാരണക്കാർ എന്ത് ചെയ്യുമെന്നൊരു ചോദ്യം അവിടെ അവശേഷിക്കുന്നുണ്ട്. അതിൽ കഴിഞ്ഞ കുറേ നാളുകളായി ഇവിടെ ഒരു അപകട മേഖലയായി മാറുന്ന ഒരിടമാണ്. നിരവധിയായ പരാതികൾ നൽകിയിട്ടും അതിൽ ടെൻഡർ നടപടികളിലേക്ക് അടക്കം പോകാൻ തുക അനുവദിക്കുക അടക്കം ചെയ്തിട്ടും പിന്നീടും സാങ്കേതികമായ പല കാരണങ്ങളെ ചൊല്ലിക്കൊണ്ട് ഈ റോഡിലെ കുഴിയടപ്പും ഒന്നും തന്നെ നടക്കാത്തൊരവസ്ഥയിലേക്ക് പോവുകയായിരുന്നു. സ്ഥിരം ഒരു അപകട മേഖല എന്ന് പറയുന്നു. ഇരുചക്രങ്ങളും അതോടൊപ്പം തന്നെ ഓട്ടോറിക്ഷകളും അടക്കം അപകടത്തിൽപ്പെടുന്ന ഒരു നിത്യേന അപകടമുണ്ടാകുന്ന ഒരു മേഖല ഇതെല്ലാം തന്നെ മാറിയിട്ടുണ്ട്. എന്തായാലും ഇനിയെങ്കിലും അതെല്ലാം ശ്രദ്ധയിലേക്ക് വരുമെന്നൊരു പ്രതീക്ഷയാണ് നാട്ടുകാർക്ക് അടക്കമുള്ളത്. കാരണം ഈ ദുരിതയാത്ര തുടങ്ങിയിട്ട് കുറേ നാൾ അത് മുഖ്യമന്ത്രിക്ക് അടക്കം ഇതിലൂടെ ബോധ്യപ്പെടും അതുകൊണ്ട് തന്നെയാണ് ഈ ഒരു വഴിമാറ്റം സംഭവിച്ച് അദ്ദേഹം മറ്റൊരു വഴി തിരഞ്ഞെടുത്ത. അധിക ദൂരം ആണെങ്കിൽ കൂടിയും ഇത്തരം ഒരു ഗട്ടറും നിറഞ്ഞ വഴികളെല്ലാം തന്നെ ഒഴിവാക്കാമെന്ന് തീരുമാനിച്ചതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഒരു 16 കിലോമീറ്റർ അധിക ദൂരം എടുത്തുകൊണ്ട്, അധിക സമയമെടുത്തുകൊണ്ട് അദ്ദേഹം തൃശ്ശൂർ രാമനിലയത്തിലേക്കുള്ള യാത്ര ആ വഴി മാറ്റിയെടുത്തത്. ഇനിയെങ്കിലും ഈ സംസ്ഥാന പാതയിൽ ഈ ഭാഗത്ത് വലിയ രീതിയിലൊരു ഇടപെടൽ ഉണ്ടാകുമെന്ന് പ്രതീക്ഷിക്കുന്നു. പ്രത്യേകിച്ച് 3 മണ്ഡലങ്ങളെ പ്രതിദാനം ചെയ്തു പോകുന്നതാണ്. വടക്കാഞ്ചേരിയും കുന്നംകുളവും തൃശ്ശൂരും എല്ലാം തന്നെ ഈ മണ്ഡലങ്ങളിലൂടെയാണ് ഇത് കടന്നു പോകുന്നത്. അപ്പോൾ ഇത്തരം കാര്യങ്ങളിൽ കൂടി ഒരു ഇടപെടൽ ഇനിയെങ്കിലും ഉണ്ടാകുമെന്നാണ് ജനങ്ങളുടെ ഒരു പ്രതീക്ഷ. കാരണം ഇപ്പോൾ ഈ സംസ്ഥാനത്ത് പലയിടത്തും സമാനമായ സാഹചര്യമാണ്. ഇപ്പോൾ തലസ്ഥാന നഗരിയിലാണ് എങ്കിൽ റോഡുകൾ മുഴുവൻ
കുണ്ടും കുഴിയുമാണ്. എല്ലായിടത്തും നിർമ്മാണ പ്രവൃത്തികൾക്ക് വേണ്ടിയൊക്കെ പൊളിച്ചിട്ടിരിക്കുന്ന സാഹചര്യമുണ്ട്. അതിനനുവദിക്കപ്പെട്ട സമയമൊക്കെ കഴിഞ്ഞു. മഴക്കാലമായതോടുകൂടി റോഡും തോടും ഒന്നും തിരിച്ചറിയാൻ പറ്റാത്ത സാഹചര്യമുണ്ട്. നമ്മൾ കഴിഞ്ഞ വാർത്തയിൽ എടുത്തത് സംസ്ഥാനത്തെ അതിരൂക്ഷമായ വിലക്കയറ്റമായിരുന്നു. ആ വാർത്ത ചാലാക്കമ്പോളത്തിൽ നിന്നുകൊണ്ട് റിപ്പോർട്ട് ചെയ്യുമ്പോൾ ഡാൻ അവിടുത്തെ റോഡിൻ്റെ അവസ്ഥയടക്കം പറഞ്ഞതാണ്. അവിടേക്കാരും വരുന്നില്ല ഈ മഴക്കാലത്ത്. ഇതിപ്പോൾ